പ്രോബബിലിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം ഇന്ന്. ഓക്കെ, അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് അൻ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ് ഈസ് കോൾഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, രണ്ട് ഇവൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇവൻറ്റ്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് ഇവൻ്റ് ആണെങ്കിൽ അത് ബി എന്ന് പറയുന്നൊരു ഇവൻറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഇവൻറ്റിൽ ഒന്ന് ഓൾറെഡി ഹാപ്പൻഡ് ആണ്, സംഭവിച്ചു രീതിയിൽ കണ്ടീഷൻസ് വരുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എ ഗിവൺ ബി ഈസ് ഡിനോട്ടഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി. ഓക്കെ, ഇതിനെ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എ ഗിവൺ ദാറ്റ് ബി ഈസ് ഹാപ്പൻഡ്. ഏതെങ്കിലും ഒരു രണ്ട് ഇവൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ബി ഇവൻ്റ്, സെക്കൻഡ് ഇവൻ്റ് സംഭവിച്ചു എന്ന് പറയുന്നതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം ഇനി. കൺസിഡർ എ ഫാമിലി വിത്ത് ടു ചിൽഡ്രൻസ്. ഒരു ഫാമിലിയിൽ രണ്ട് കുട്ടികളുണ്ട്. ഓക്കെ, അതിൻ്റെ ഔട്ട്കംസ് നമുക്ക് എങ്ങനെ വരാം? ഒന്നില്ലെങ്കിൽ ബോയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ബോയും സെക്കൻഡത്തെ ഗേളും ആയിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗേളും സെക്കൻഡത്തെ ബോയ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഗേളായിരിക്കാം, ഫസ്റ്റത്തെ സെക്കൻഡത്തെ ഗേളായിരിക്കാം. ഓക്കെ, ഇങ്ങനെ 4 പോസിബിലിറ്റീസാണ് ഉള്ളത് ഒരു രണ്ട് ചിൽഡ്രൻസ് ആയി കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ. ഓക്കെ, ഇതിൽ ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ഫസ്റ്റ് ഈസ് എ ഗേൾ. ഇപ്പോൾ നമുക്കൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ തന്നു, ആ ഫാമിലിയിൽ ഫസ്റ്റത്തെ ചൈൽഡ് ഗേളാണ്. ഓക്കെ, പിന്നെ വരുന്ന പോസിബിലിറ്റീസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്? ഒന്നില്ലെങ്കിൽ ഗേൾ ഫസ്റ്റത്തെ ഗേള തന്നു, സെക്കൻഡ് ടൈം ഗേളായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗേൾ സെക്കൻഡത്തെ ബോയ്. ഇപ്പോൾ ഈ 2 പോസിബിലിറ്റീസ് വരുന്നുള്ളൂ. ഓക്കെ, നേരത്തെ എങ്ങനെയായിരുന്നു? 4 പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ബോയ് ഗേൾ ബോയ് ഗേൾ. അതിൽ ഫസ്റ്റത്തെ ഗേളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗേളാണെന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന പോസിബിലിറ്റീസ് 2 ഉണ്ടായിരിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ ഗേൾ അല്ലെങ്കിൽ ഗേൾ ബോയ്. ഈ 2 പോസിബിലിറ്റീസ് വരുള്ളൂ. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ബോത്ത് ഗേൾസ് ഈസ് 1/2. അപ്പോൾ 2 ഗേൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. നേരെ മറിച്ച് ഇവിടെ എങ്ങനെ വരുന്നത്? ഫസ്റ്റ് കേസസിൽ 1/4 ആണ്. 4ൽ ഒട്ടൊന്ന് ചാൻസ് വരും. പക്ഷേ ഇവിടെ ഫസ്റ്റത്തെ ഗേളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗേളും വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 1/2. ദിസ് ഈസ് അണ്ടർ കണ്ടീഷൻ ദാറ്റ് ഫസ്റ്റ് ഈസ് എ ഗേൾ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഫസ്റ്റത്തെ ഗേളാന്ന് പറഞ്ഞിട്ട്. അതാണ് ഇങ്ങനെ കണ്ടീഷൻസ് തന്നു കഴിഞ്ഞാലാണ് അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിന് ബേസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ദിസ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആസ് ദ കണ്ടീഷൻ ഈസ് ഫസ്റ്റ് ഈസ് എ ബോയ് അല്ലെങ്കിൽ ഫസ്റ്റ് ഈസ് എ ഗേൾ. എങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതിൽ എ ബൈ ബി എന്ന് പറയുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് അൻ ഇവൻറ്റ് ബി ഗിവൺ ദാറ്റ് എ ഈസ് ഹാപ്പൻഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്? എ എന്ന് പറയുന്നൊരു എ ഗിവൺ ദാറ്റ് ബി ഈസ് ഹാപ്പൻഡ്. ബി രണ്ട് ഇവൻറ്റിൽ ബി ആണ് സംഭവിച്ചത്. ഇനി നേരെ തിരിച്ചു ആവായിരിക്കാം. ബി ഗിവൺ ദാറ്റ് എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിച്ചത് നമ്മൾ അതിനെങ്ങനെ പറയുന്നത്? ബി ബൈ എ. ഫസ്റ്റ് ഇവൻ്റാണ് സംഭവിച്ചെങ്കിൽ അതിന് ബി ബൈ എന്ന് പറയും, പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം കണ്ടീഷൻ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് 1/13. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/13 തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി 1/4 ആണ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/52. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിച്ചത് എ ബൈ ബി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ദാറ്റ് ഈസ് ബി ബൈ എ. ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബൈ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബിയും, അതേപോലെ തന്നെ ബി ബൈ എ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി, എ ഗിവൺ ബി കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. അതിൽ എ ഇൻ്റർസെക്ഷൻ ഈസ് ഓൾറെഡി ഗിവൺ, ദാറ്റ് ഈസ് 1/52. എ ഇൻ്റർസെക്ഷൻ ബി 1/52 തന്നിട്ടുണ്ട്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/4. ഇത് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ്. 1/52 ഡിവൈഡ് ബൈ 1/4. അപ്പോൾ ഈ ഡിവിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഫ്രാക്ഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/50 ഇൻറ്റു ഈ 1/4നെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ 4/1 ആക്കിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1/52 ഇൻറ്റു 4/1 വിൽ ഗെറ്റ് 4/52. A/B നമുക്ക് കിട്ടി 4/52. അതേപോലെ തന്നെ ഇനി B/A കാണാൻ വേണ്ടിയിട്ട് probability of A intersection B by probability of A, that is 1/52 divided by 1/13 will get 1/52 into 13/1. ഓക്കെ, ഈ 1/13 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റിവേഴ്സ് ആക്കി 13/1 ആക്കി കൊടുക്കുക. വിൽ ഗെറ്റ് 13/52. അത് ചെറുതാക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ A/B വിൽ ഗെറ്റ് 4/52, B/A വിൽ ഗെറ്റ് 1/4. ഇത് രണ്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ക്യൂൻ, കിങ് ആൻഡ് എയ്സ് ഇൻ ഓർഡർ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ് ഇൻ 3 consecutive draws. The cards are not being replaced. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ക്യൂന്, കിങ്, എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, കാർഡ്സ് ആർ നോട്ട് ബീങ് റീപ്ലേസ്ഡ്. ആ പാക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വേറൊരു കാർഡ് റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 51 കാർഡേ വരുള്ളൂ. പിന്നെ അതിൽ നിന്നൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ 50 കാർഡേ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നത് കാർഡ്സ് ആർ നോട്ട് ബീങ് റീപ്ലേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3 ഡ്രോസ് എടുക്കുന്നുണ്ട്. അതിൽ ഓരോ ഡ്രോ ചെയ്യുന്ന സമയത്തും അവിടെ വേറെ കാർഡ് റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ ക്യൂൻ, കിങ് ആൻഡ് എയ്സ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ആദ്യം ക്യൂന് കിട്ടാനുള്ളത്, ഒരു പാക്ക് ഓഫ് കാർഡിൽ ക്യൂൻ കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 4/52 ആണ്. 4 ക്യൂനാണ് ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് 4/52. കിങ്ങും അതേപോലെ തന്നെ 4 വരുന്നത്, അതും 4/52 ആണ്. എയ്സും 4 വരുന്നത്, അതും 4/52. പക്ഷേ ഇവിടെ ഓരോന്ന് റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഓരോ കൗണ്ട് അതിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതിന് ആൻസർ ചെയ്ത് നോക്കാം. ഗിവൺ പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ കാർഡ്സ് ആർ നോട്ട് ബീങ് റീപ്ലേസ്ഡ്. കണ്ടീഷൻ പ്രോബിലിറ്റി ആണ്, കാരണം ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, കാർഡ്സ് ആർ നോട്ട് ബീങ് റീപ്ലേസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഇനി പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ക്യൂൻ, കിങ് ആൻഡ് എയ്സ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റും ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും ഉണ്ട്. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വേറൊരു കാർഡ് റീപ്ലേസ് ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കിങ് കിട്ടാനുള്ള പോസിബിലിറ്റി 4/52. ഇനി അടുത്ത പോസിബിലിറ്റി എത്രയായിരിക്കും, കിങ് എടുത്തു കഴിഞ്ഞു, ഇനി അവിടെ വരുന്നത് 51 കാർഡ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്യൂന് കിട്ടാനുള്ള ചാൻസ് 4/51. ദെൻ എയ്സ് കിട്ടാനുള്ളത് 4/50. ഇവിടെ 52, 51, 50 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അവിടെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. വിത്ത് റീപ്ലേസ്മെൻറ്റും ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ 4/52. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാർഡ് എത്ര ഉണ്ടായിരിക്കുള്ളൂ, 51 കാർഡ്സ് വരുന്നുള്ളൂ. അതിനുശേഷം 50 വരുന്നുള്ളൂ. ഇവിടെ ഇനി 3 മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് വന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4/52 ഇൻറ്റു 4/51 ഇൻറ്റു 4/50 വിൽ ഗെറ്റ് 64 ഡിവൈഡഡ് ബൈ 1,32,600. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. A bag contain 5 white, 3 black balls. ഒരു ബാഗിൽ 5 വൈറ്റും 3 ബ്ലാക്ക് ബോൾസും ഉണ്ട്. 2 balls are drawn at random, one after other without replacement. ഓക്കെ, ഇവിടെയും പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, കണ്ടീഷനാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ബോത്ത് ആർ ബ്ലാക്ക് ഇൻ കളർ. അപ്പോൾ അത് രണ്ടും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബാഗിൽ 5 വൈറ്റും 3 ബ്ലാക്ക് ബോളും ഉണ്ട്. അതിന് 2 ബോൾ എടുത്തു അറ്റ് റാൻഡം. ഓക്കെ, അതിൽ 1 ആഫ്റ്റർ ആണ്, ഒന്ന് എടുത്തതിന് ശേഷമാണ് അടുത്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബ്ലാക്ക് ഇൻ കളർ. അത് രണ്ടും ബ്ലാക്ക് ആവാനുള്ള ചാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൊത്തം 8 ബോൾ ഉണ്ട്. അന്ന് ഫസ്റ്റ് ബോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണമായിരിക്കും, 7 ബോളാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, കാരണം ഇവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല. അത് രണ്ടും ആ ഫസ്റ്റ് എടുക്കുന്നതും സെക്കൻഡ് എടുക്കുന്നതും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് ബോൾ ആണ് ചോദിച്ചിരിക്കുന്നത്, കാരണം രണ്ടിലും പിന്നെ ബോത്ത് ആർ ബ്ലാക്ക്. ഫസ്റ്റ് എടുക്കുന്നതും ബ്ലാക്ക് ആയിരിക്കണം, അതേപോലെ സെക്കൻഡ് എടുക്കുന്നതും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്
ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 3/8 ആണ്. അത് കാരണം എന്താണ്, 3 ബ്ലാക്ക് ബോൾ ആണുള്ളത്, ടോട്ടൽ വരുന്നത് 8 ആണ്. അപ്പോൾ 3/8 ആണ് ഒരു ഫസ്റ്റ് എടുക്കുന്ന പിക്ക് ചെയ്യുന്ന ബോൾ ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/8 ആണ്. ഓക്കെ, ഇനി ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എടുക്കുന്നത് ഓൾറെഡി എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിച്ചു. ബി ഗിവൺ ദാറ്റ് എ ഈസ് ഹാപ്പൻഡ്, അതാണ് B/A എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിച്ചു. എ ഇവൻറ്റ് എന്താ സംഭവിച്ചു, ബ്ലാക്ക് എടുത്തു 3/8. ഇനി B/A എന്ന് പറയുന്നത് ഡ്രോയിങ് എ സെക്കൻഡ് ബോൾ ഈസ് ബ്ലാക്ക്, രണ്ടാം തവണ എടുക്കുന്ന ബോൾ ബ്ലാക്ക് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബോൾ എടുത്തു, അത് ബ്ലാക്കായി. പിന്നെ എത്ര ബോൾ ഉണ്ടായിരിക്കുള്ളൂ, 2 ബോളാണ് ഉണ്ടാവുള്ളൂ അവിടെ. ഓക്കെ, കാരണം റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ 2/7 ആയിരിക്കും സെക്കൻഡ് ടൈം ബ്ലാക്ക് എടുക്കാനുള്ള ചാൻസ്. ഇവിടെ B/A എങ്ങനെ വന്ന് എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എ എടുക്കുന്ന ഇവൻറ്റ് എന്താണ്, ബ്ലാക്ക് ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എ സംഭവിച്ചു. പിന്നെ B/A ആയിരിക്കും വരുന്നത്. ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഹാപ്പൻഡ്, എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിച്ചതുകൊണ്ടാണ് B/A വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് 2/7 ആണ് വരുന്നത്. ഇനി ഡ്രോയിങ് ബോത്ത് ബ്ലാക്ക്സ്, ഇനി രണ്ടും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ B is equal to probability of A into probability of B/A, that is 3/8. A എന്ന് പറയുന്നത് 3/8 ആണ്. then probability of B/A, that is 2/7 is equal to 6/56. അതിന് ചെറുതായി കഴിഞ്ഞാൽ 3/28. അപ്പോൾ രണ്ടും ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/28 ആണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പാക്ക് ഓഫ് 52 cards, one card is drawn and note that category is diamond card. 52 ഒരു പാക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്തു, അത് ഡയമണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ തന്നു, ഫസ്റ്റ് കിട്ടിയത് ഡയമണ്ട് കാർഡാണ്. ഓക്കെ, എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിച്ചു. എ എന്ന് പറയുന്നത് എന്താണ്, ഡയമണ്ട് കാർഡ് കിട്ടി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് സെക്കൻഡ് കാർഡ് ഫ്രം പാക്ക് ഓഫ് കാർഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്? ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 51 കാർഡാണ്. അതിൽ നിന്ന് ഒരു കാർഡും കൂടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എടുക്കുന്ന കാർഡും ഡയമണ്ട് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോബിലിറ്റി ഓഫ് എ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡയമണ്ട് കാർഡ്. ഒരു പാക്ക് ഓഫ് കാർഡ്സ് നിന്ന് ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 13/52 ആണ്. കാരണം ഒരു പാക്കിൽ 13 ഡയമണ്ട് കാർഡാണ് ഉണ്ടായിരിക്കുന്നത്, ടോട്ടൽ 52 ആണ്. അപ്പോൾ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 13/52 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇവൻറ്റ് സംഭവിച്ചു, ഓൾറെഡി സംഭവിച്ചു എ എന്ന് പറയുന്നൊരു ഇവൻറ്റ്. ഇനി വരുന്നത് B/A ആണ്. ഓക്കെ, B/A എന്നാണ്, ബി ഗിവൺ ദാറ്റ് എ ഈസ് ഹാപ്പൻ. B/A എന്ന് പറയുന്നത് സെക്കൻഡ് കാർഡും ഡയമണ്ട് ആവാനുള്ള പോസിബിലിറ്റി. ഫസ്റ്റ് കാർഡ് എടുത്തു, അത് ഡയമണ്ട് ആയിരുന്നു. സെക്കൻഡ് കാർഡ് ഡയമണ്ട്. അപ്പോൾ ഓൾറെഡി 13 ഉണ്ട്, അതിൽ ഒരു കാർഡ് ഡയമണ്ട് എടുത്തു. പിന്നെ വരുന്ന കാർഡ് എത്ര ഉണ്ടായിരിക്കുള്ളൂ, 12 ഉണ്ടായിരിക്കുള്ളൂ. ദാറ്റ് ഈസ് 12. ആൻഡ് ടോട്ടലും ചേഞ്ച് വരും. 52 എന്ന് ഒരു കാർഡ് എടുത്തു പോയി, ഫസ്റ്റ് ടൈം എടുത്തു, ബാക്കി വരുന്നത് 51 കാർഡാണ്. സെക്കൻഡ് ടൈമോ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് 12/51 ആണ്. ഇവിടെ B/A എഴുതിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി ഗിവൺ ദാറ്റ് എ ഈസ് ഹാപ്പൻഡ്, എ എന്ന് പറയുന്ന ഇവൻ്റാണ് ഇവിടെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ B/A എന്ന് വരുന്നത്. ഓക്കെ, നേരെ മറിച്ച് സെക്കൻഡ് ഇവൻ്റാണ്. ഇപ്പോൾ സെക്കൻഡ് എടുക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അവിടെ A/B ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, B/A ആണോ A/B ആണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അത് ഇവൻ്റ് അനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് എടുക്കുന്നതാണെങ്കിൽ എ ഇവൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഫസ്റ്റ് ഇവൻ്റ് ആണ്, അതുകൊണ്ട് B/A, ബി ഗിവൺ ദാറ്റ് എ ഈസ് ഹാപ്പൻഡ്, അത് 12/51. ഇനി രണ്ടും ഡയമണ്ട് ആവാനുള്ള ചാൻസ് probability of A intersection B, that is probability of A into probability of B/A, that is 13/52 into 12/51 will get 156/2652. ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, അത് ഏത് ഇവൻ്റാണ് സംഭവിച്ചത്, അതൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, അത് നോക്കുക. കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക അത് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. എന്നിട്ടത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് അതിന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം.